ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ മാതാവിൻ്റെ ജന്മതിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിനെ നിറവേറട്ടെ. വിശുദ്ധ ലൂക്ക 1:38 ദൈവത്തോടുള്ള പരിശുദ്ധ അമ്മയുടെ പരിപൂർണമായ അനുസരണവും വിധേയത്വവുമാണ് ഈ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവിവാഹിതയായ ഒരു യുവതി ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടാതെ ദൈവേഷ്ടത്തിന് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മ അനുസരണത്തിൻ്റെ ഉദാത്തമായ മാതൃകയായി. മംഗളവാർത്ത മുതൽ കാൽവരി വരെയുള്ള പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതം പരിശോധിച്ചാൽ അനുസരണത്തോടുകൂടിയും വിധേയത്തോടുകൂടിയുമുള്ള തീർത്ഥയാത്രയായിരുന്നു ആ പുണ്യ ജീവിതമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാൽവരി ക്രൂശിൻ ചുവട്ടി നിൽക്കുന്ന തൻ്റെ പ്രിയ ശിഷ്യരോട് ഇതാ നിന്റെ അമ്മ എന്ന് യേശു പറയുന്നത് വിശുദ്ധ യോഹന്നാൻ 19:27 നാം കാണുന്നുണ്ട്. ഈ വാക്കുകളിലൂടെ യേശുനാഥൻ തൻ്റെ സ്വന്തം അമ്മയെ ലോകത്തിന് മുഴുവൻ അമ്മയായി നൽകിയായിരുന്നു. ദൈവത്തോടുള്ള അചഞ്ചലമായ അനുസരണവും വിധേയത്വവും വഴി പരിശുദ്ധ മാതാവ് ലോകത്തിൻ്റെ അമ്മ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ് ഉണ്ടായത്. വിശുദ്ധ ലൂക്ക 1:46 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് നാം കാണുന്നത്. ഈ സ്തോത്രഗീതത്തിലെ ഓരോ വരികളിലും പരിശുദ്ധ അമ്മയ്ക്ക് ദൈവത്തോടുള്ള അഗാധമായ അനുസരണവും വിധേയത്വവുമാണ് പ്രകടമാക്കുന്നത്. കാൽവരിയിലേക്കുള്ള യാത്രയിൽ തൻ്റെ ഏകസുതൻ മരണത്തിലേക്കാണ് അടുക്കുന്നതെന്നും അറിയാമായിരുന്നിട്ടും തൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദന ഉണ്ടായിരുന്നിട്ടും ദൈവഹിതത്തിന് കീഴ്വഴങ്ങി പരാതികളോ പരിഭവങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഇല്ലാതെ ആ വിലാപയാത്രയിൽ തൻ്റെ പ്രിയ മകനെ അനുഗമിക്കുന്ന പരിശുദ്ധ അമ്മയാണ് നാം കാണുന്നത്. തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നതിനും ദൈവം നൽകുന്ന അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നതിനും പരിശുദ്ധ അമ്മ പ്രത്യേക തീക്ഷ്ണത പുലർത്തിയിരുന്നു. ജീവിതയാത്രയിൽ ഉടനീളം ദൈവത്തിൻ്റെ തിരുഹിതം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിക്കും പ്രത്യാശയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അവർക്ക് ഒരിക്കലും നിരാശയുണ്ടാവുകയില്ല. പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക അനുസരിച്ച് നമ്മുടെ ജീവിതവും ധന്യമാക്കാം.